റിയൽമി ഏറ്റവും വിലക്കുറവിൽ പുറത്തിറക്കുന്ന സ്മാർട്ട് ഫോൺ സീരീസാണ് റിയൽമി സി സീരീസ്. ഇതിൻ്റെ ഞാൻ നോക്കി ഇപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതുവരെ പുറത്തിറക്കിയ സീരീസിലെ ഏറ്റവും ഉയർന്ന വിലയെന്ന് പറയുന്നത് 10,999 റിയൽമി C25Y, C21Y അങ്ങനെ നിരവധി സി സീരീസ് ഫോണുകൾ റിയൽമി പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഒരു ശ്രേണിയിലേക്ക് ഏറ്റവും പുതിയ ഒരു ഇൻട്രഡക്ഷനാണ് റിയൽമി C35. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി C35ൻ്റെ വിശേഷങ്ങളാണ്. ഓർക്കുക, റിയൽമി C35ഉം ഈ പറഞ്ഞതുപോലെ മാക്സിമം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ശരിയാണെങ്കിൽ ഒരു 12,000 രൂപയിൽ താഴെ വില നിൽക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സീരീസാണ് റിയൽമി C35 എന്ന ഈ ഒരു ഫോണും. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം, വിശേഷങ്ങൾ പരിശോധിക്കാം. സാധാരണ റിയൽമി ഫോണുകൾ വരുന്ന തരത്തിലുള്ള മഞ്ഞ ബോക്സിലാണ് റിയൽമി C35 വരുന്നത്. ഇവിടെ C35 എന്ന് വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മളിവിടെ പരിശോധിക്കുന്നത് 4GB 64GB വേരിയൻ്റ് ആണ്. അതുപോലെ കളർ വന്നിട്ട് ഗ്ലോവിങ് ഗ്രീൻ എന്ന് പറയുന്ന കളർ വേരിയൻറ്റ്. ഇതേ ഒരു മഞ്ഞ ബോക്സ്. എ ഗ്രേറ്റ് സ്റ്റോറി സിൻസ് ദ ഫസ്റ്റ് ലീപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ബാക്ക് കേസ് കൊടുത്തിട്ടില്ലെന്നാണ് എൻ്റെ ഇതുവരെയുള്ള അറിവ്. റിയൽമിയുടെ യൂസർ ഗൈഡും വാറണ്ടി കാർഡ് ഇൻഫർമേഷനും ഒക്കെയാണ് ഈ ഒരു പേപ്പർ ബോക്സിനകത്തുള്ളത്. ഫോൺ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഫോണിലേക്ക് നമുക്ക് വരാം. അത് കൂടാതെ ഇതിനകത്തുള്ളതെന്ന് പറയുന്നത് 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിരിക്കുന്നത്. ചാർജിങ്ങിനായിട്ട് USB Type C ചാർജിങ് കേബിൾ. അപ്പോൾ റിയൽമിയുടെ ഏറ്റവും വില കുറഞ്ഞ സീരീസിൽ പോലും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് USB Type C ചാർജിങ് കേബിളുകളാണ് വരുന്നത്. അത് വലിയ കാര്യമാണ്. മൈക്രോ USB എനിക്ക് തോന്നുന്നു ഏതാണ്ട് റിയൽമി പാടെ ഉപേക്ഷിച്ച മട്ടാണ്. മറ്റ് ചില ബ്രാൻഡുകളെങ്കിലും ഇപ്പോഴും മൈക്രോ USB വരുന്ന ചുരുക്കം ഫോണുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഫോൺ കയ്യിലെടുത്തപ്പോൾ, അതായത് ഈ ഒരു പ്ലാസ്റ്റിക് കവറിലെടുത്തപ്പോൾ തന്നെ ഞാൻ ഞെട്ടിയ ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. എൻ്റെ പൊന്നെ, സി സീരീസിലൊക്കെ സ്ക്വയർ ടൈപ്പ് ഫോൺ, ബോക്സി ഡിസൈൻ, പൊളി. നോക്കി കണ്ടു കഴിഞ്ഞാൽ ഗ്ലാസ് ബോഡി പോലെ തോന്നുന്നു. അടിപൊളി. ഇത് ലുക്ക് വൈസ് എന്താ പറയുക, വൻ ഹിറ്റാവും. അത് ഉറപ്പിച്ചു, ഞാൻ എഴുതി വെച്ചു. കാരണം മനോഹരമായിട്ടുള്ള ഡിസൈൻ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫോൺ ഇതിൻ്റെ ഡിസൈനിൽ 100-ൽ 100 കൊടുക്കേണ്ടിയിരിക്കുന്നു മാർക്ക്. മനോഹരമായിട്ടുള്ള ഡിസൈൻ. അതായത് ഈ ഒരു ബോക്സി ഡിസൈനിൽ ഒരു സി സീരീസ് ഞാൻ സത്യം പറഞ്ഞ് ഞാൻ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെ പറയണം. ഈ ഒരു ബോക്സി ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടേബിളിൻ്റെയൊക്കെ പുറത്ത് ഇങ്ങനെ വെക്കാമെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വെക്കാൻ പറ്റില്ല, കാരണം ഒരു ശക്കലമൊക്കെ. ഓക്കെ, ഈ സൈഡ് നോക്കട്ടെ. കണ്ടില്ലേ, ഒരു സൈഡിൽ പറ്റും. അപ്പോൾ ബോട്ടം ഒരു ചെറുതായിട്ടൊരു അല്ലേ, സൈഡൊക്കെ ഒരു ശക്കലം കർവ് ഇല്ല, ബോക്സ് തന്നെയാണ്. എന്നാലും നമുക്കങ്ങനെ അതിൻ്റെ ഒരു വെയിറ്റ് ബാലൻസിങ് കൊണ്ടാണെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ല. എനിവേ, അടിപൊളി ഡിസൈൻ. ഫോണിൻ്റെ ഈ ഒരു ബാക്ക് സൈഡ് കണ്ടു കഴിഞ്ഞാൽ നോക്കി ഗ്ലാസ് ആണെന്നേ തോന്നുന്നു, പക്ഷേ പോളികാർബണേറ്റ് ബാക്ക് സൈഡാണ്. ബാക്കിൽ മൊത്തത്തിൽ 3 ക്യാമറകൾ ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഇതുപോലെ 50 MB AI ക്യാമറ എന്നതുപോലെ എഴുതിയിട്ടുണ്ട്. താഴെ ഇതുപോലെ റിയൽമി എന്നും എഴുതിയിരിക്കുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിയൽമിയുടെ ഭാഗത്തുനിന്ന് ഒരു സ്ക്വയർ ഷേപ്പിലെ ഫോൺ ആദ്യമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. നേരത്തെ ഇവരുടെ പേരന്റ് കമ്പനിയൊക്കെ ആയിട്ടുള്ള ഒപ്പോയുടെയൊക്കെ സ്ക്വയർ ഷേപ്പ് ഫോണുകൾ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് റിയൽമി ഈ ഒരു സി സീരീസ് എന്ന ബജറ്റ് ഫ്രണ്ട്ലി സെഗ്മെന്റിലായിരുന്നില്ല സ്ക്വയർ ബോക്സ് ആദ്യം കൊടുക്കേണ്ടത്. കുറച്ചുകൂടെ ഒരു പ്രീമിയം ഫോണിന് റിയൽമിയുടെ തന്നെ ഒരു സ്ക്വയർ ബോക്സിൽ ഇൻട്രൊഡക്ഷൻ ചെയ്ത് തുടങ്ങേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്തായാലും ഇത് ഈ ഒരു സെഗ്മെന്റിലേക്ക് സ്ക്വയർ ഷേപ്പ് കൊണ്ടുവന്നത് വലിയ കാര്യം. ഫോണിന്റെ വലത് സൈഡിലാണ് ഇത്തരത്തിൽ പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. അത് ഫിംഗർ പ്രിന്റും അതിനകത്ത് തന്നെയാണ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ബോഡിയിൽ ഒരു ചെറിയ കട്ടൗട്ട് പോലെ അകത്തോട്ട് കയറിയാണ് ഈ ഒരു പവർ ബട്ടൺ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫോണിന്റെ താഴെയായിട്ട് ഇതുപോലെ 3.5mm ഓഡിയോ ജാക്ക്, മൈക്രോഫോണുകൾ, USB Type C ചാർജിങ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ. വലത് സൈഡിലായിട്ട് വോളിയം റോക്കേഴ്സും സിം ട്രേയും. മുകളിലായിട്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും നൽകിയിട്ടുമില്ല. ഇതിൻ്റെ ഒരു സിം ട്രേയുടെ ടൈപ്പ് പറഞ്ഞാൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, അതായത് ഒരേ സമയം നമുക്ക് 2 സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഒരുമിച്ച് ഉപയോഗിക്കാം. അതുപോലെ 8.1 mm ആണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ്. ഭാരം വന്നിട്ട് 189 ഗ്രാമാണ്. കുറച്ച് വെയിറ്റ് ഓക്കെ, അണ്ടർ വെയിറ്റ് ആണ്, 200-ൽ താഴെയാണ്, കുഴപ്പമില്ല. എന്നിരുന്നാലും ഈ ഒരു ബോക്സി ഡിസൈനൊക്കെ ആയതുകൊണ്ട് ഒരു ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈ സൈഡ് കർവ്ഡ് സൈഡൊക്കെ ആണെങ്കിൽ നമുക്ക് കൈക്കകത്ത് പിടിക്കാനൊരു സുഖമുണ്ട്. ഈ ഒരു ഷാർപ്പ് എഡ്ജസ് കയ്യിൽ കൊണ്ട് കയറുന്ന ആ ഒരു ഫീല് ബോക്സി ഡിസൈൻ പൊതുവെ ഉള്ളതാണ്.
അതൊഴിച്ചാൽ ഡിസൈൻ വൈസ് ഓക്കെ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഫോണിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഒരു ഒറ്റ കാര്യത്തിലാണ് എനിക്കൊരു വിയോജിപ്പുള്ളത്. ഇവിടെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനാണ് ഫ്രണ്ട് ക്യാമറയ്ക്ക് നൽകിയിരിക്കുന്നത്. നേരത്തെ Type-C പോർട്ടൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇതിനകത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇന്ന് വരുന്ന 99% ഫോണുകളിലും പഞ്ച് ഹോൾ ക്യാമറയാണ് നൽകുന്നത്. പക്ഷേ ഇതിനകത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ച് കൊടുത്തു. അതൊന്ന് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. പ്രൈസ് കുറച്ച് നിർത്തുന്നതിനായിരിക്കും ഇത്തരം കുറവുകൾ വരുത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ആൻഡ്രോയിഡ് വെർഷൻ 11 അധിഷ്ഠിതമായിട്ട് റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള റിയൽമി UI R എഡിഷനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഈ ഒരു റിയൽമി UI R എഡിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെയൊക്കെ ലൈറ്റർ വെർഷൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഗോ വെർഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ റിയൽമി യൂസർ ഇൻ്റർഫേസിൻ്റെ ലൈറ്റർ വെർഷനാണ് ഈ റിയൽമി UI R. അപ്പോൾ അത്തരത്തിലൊരു ലൈറ്റർ വെർഷൻ യൂസർ ഇൻ്റർഫേസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെയും പ്രത്യേകിച്ച് ലാഗുകളോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വരാതിരിക്കാനാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത്രയും ലൈറ്റർ ആയിട്ടുള്ള OS വെർഷൻ നൽകുന്നത്. സാധാരണ സ്പെസിഫിക്കേഷൻ കുറഞ്ഞ ഫോണുകളിലാണ് ഇത്തരത്തിൽ ലൈറ്റർ വെർഷൻ കൊടുക്കുന്നതെന്ന് കൂടി ഓർമ്മിക്കുക. ബ്ലൂടൂത്ത് വെർഷൻ 5 നൽകിയിരിക്കുന്ന ഈ ഒരു ഫോണിനകത്ത് ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ വൈഫൈ കോളിംഗ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. യൂണിസോക്കിൻ്റെ T616 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. റാം 2 വേരിയൻറ്റ് 4GB 6GB വരുന്നുണ്ട്. അതുപോലെ ഇന്റർണൽ മെമ്മറി 64ഉം 128GB വരുന്നുണ്ട്. ഫോണിൻ്റെ ബാക്കിലായിട്ട് മൊത്തത്തിൽ 3 ക്യാമറകളാണ്. 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി സെൻസർ, പിന്നീട് 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറും 2 മെഗാപിക്സലിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസറുമാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ചായിട്ട് 8 മെഗാപിക്സലിൻ്റെ സെൻസറാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 50 മെഗാപിക്സലിൻ്റെ പ്രൈമറി സെൻസറാണ്. ഇന്ന് വരുന്ന ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് ഫോണുകളിലൊക്കെ സാധാരണ കാണുന്ന 50 മെഗാപിക്സലിൻ്റെ സെൻസർ. അതുപോലെ തന്നെ റിയൽമിയുടെ തന്നെ റിയൽമി GT2 എന്ന ഫോണിൽ നൽകിയിരുന്ന പ്രൈമറി സെൻസറാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിരിക്കുന്നത് എന്നതും പ്രത്യേകതയാണ്. ഫോണിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ 5000 mAh ബാറ്ററിയാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാൻ നേരത്തെ നമ്മൾ കണ്ടതുപോലെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. ഗ്ലോയിങ് ഗ്രീൻ, ഗ്ലോയിങ് ബ്ലാക്ക് എന്നീ 2 നിറങ്ങളാണ് റിയൽമിയുടെ C35 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത്. നമ്മൾ പരിശോധിക്കുന്നത് റിയൽമിയുടെ ഗ്ലോയിങ് ഗ്രീൻ എന്ന് പറയുന്ന കളർ വേരിയൻറ്റിൽ പെടുന്ന സ്മാർട്ട് ഫോണാണ്. അതുപോലെ അടുത്തായിട്ട് ഇതിൻ്റെ ഒരു പ്രൈസാണ്. സത്യം പറഞ്ഞാൽ നമ്മളിത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഷൂട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് പ്രൈസ് അറിവായിട്ടില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇതിൻ്റെ പ്രൈസ് പുറത്ത് വന്നിട്ടുണ്ടാകും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു 12,000 രൂപയാണ്. ഒന്നുകിൽ അതിൽ വില താഴാം, വില കൂടാം. പക്ഷേ വില 12,000-ൽ നിന്നാൽ ഇതൊരു ബെസ്റ്റ് ബൈ ആണെന്ന് പറയേണ്ടി വരും. ഇതിനകത്ത് ഒരൊറ്റ കുറവേ ഞാൻ കാണുന്നുള്ളൂ. അതിനകത്ത് ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് കൊടുത്തിരിക്കുന്നു. അതുകൂടി ഒന്ന് ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ബാക്കി എല്ലാം ഓക്കെ ആണെന്ന് പറയേണ്ടി വരും. അതുപോലെ ഡിസ്പ്ലേയിൽ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഈ പ്രൈസ് റേഞ്ചിൽ ഓക്കെയാണ്. സാധാരണ നമ്മൾ പല പ്രൈസ് റേഞ്ചിലെ ഫോണുകൾ കാണുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ കണ്ടിട്ട് അതിൻ്റെയൊക്കെ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഈ പ്രൈസ് റേഞ്ചിലെ ഡിസ്പ്ലേ അത് അല്ലാതെ ഇതിൻ്റെ ബാറ്ററി സൈഡിലോ പെർഫോമൻസ് സൈഡിലോ ഒന്നും ഒരുപാട് കുറ്റങ്ങളൊന്നും പറയാനില്ല. കാരണം ഈ യൂണിസോക്കിൻ്റെ ഈ പർട്ടിക്കുലർ പ്രോസറൊക്കെ മികച്ച പ്രോസറാണ്. ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസറാണ്. അപ്പോൾ അവിടെയൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊരു 4G സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ആ കാര്യത്തിലെല്ലാം ഓക്കെയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇതേ ഉള്ളൂ എനിക്കൊരു കുറവായി തോന്നിയത് ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച്. എസ്പെഷ്യലി ഇത് കാണാൻ അടിപൊളി ലുക്കിംഗ് ആണ്. ലുക്ക് മാത്രം പോരാ അല്ലേ, ഒരു ഫോണാകുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.